വക്കൗനുല്ലഹമി ഇദാമൻ മാംസം ഇദാമ് ആകുന്നത് ഇന്നമാ ഹുവ ബി ഹസ്ബിൽ ലുഗത്തി ലുഗത്തനുസരിച്ചു കൊണ്ടാണ് അങ്ങനെ പറയാൻ പറ്റുക. അമ്മാ ബി ഹസ്ബിൽ ഉർഫി അപ്പോൾ പതിവ് അവസ്ഥയനുസരിച്ചു കൊണ്ട് ഫലായുസമ്മ ഇദാമൻ വെറും മാംസത്തിന് കറി എന്ന് പറയില്ല. മാംസം കൊണ്ട് കറി ആക്കാൻ കഴിയും. വലിഹാദാ ലൗ ഹലഫ ലാ യഅ്കുലു ഇദാമൻ ഒരാൾ കറി ഭക്ഷിക്കൂല എന്ന് സത്യം ചെയ്താൽ ലം യഹ്നസ് ബി അക്ലിൽ ലഹമി അവൻ സത്യത്തിൽ പഴക്കുകയില്ല മാംസം ഭക്ഷിച്ചതുകൊണ്ട്. ഇവിടെ ഈ ബാബു മാ ജാഅ ഫി സിഫത്തി ഇദാമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നുള്ളതിൻ്റെ പുറമെ ചില നുസ്ഖയിൽ വമാ അക്കല മിനൽ അൽവാനി നബിതങ്ങൾ ഭക്ഷിച്ച വ്യത്യസ്തങ്ങളായ ഇനങ്ങളായ ഭക്ഷണങ്ങൾ, വ്യത്യസ്ത ഇന ഭക്ഷണങ്ങൾ, ഇവയെ സംബന്ധിച്ചു വന്ന ഹദീസുകളെ ബയാൻ ചെയ്യുന്ന ബാബും എന്നൊരു ഭാഗം കൂടിയുണ്ട് ചില നുസ്ഖയിൽ. ഒമാ അക്കല മിനൽ അൽവാനി, അൽവാന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൻവാഉൽ അത്ഇമത്തി എന്നർത്ഥം. ഇതിൽ 30 ചില്ലാനം ഹദീസുകൾ ഈ ബാബിലുണ്ട്. ഇതിലെ ഒന്നാമത്തെ ഹദീസ് മൊത്തത്തിൽ 151 ഹദീസ്. ഹദ്ദസന മുഹമ്മദ് ബിനു സഹിലി ബിനി അസ്കരിൻ അങ്ങനെ തുടങ്ങി. അൻ ഹിശാം ബിൻ ഉർവത അൻ അബീഹി അൻ ആയിഷത റളിയല്ലാഹു അൻഹാ വ അൻഹും അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയം അള്ളാന്റെ റസൂല് ഖാല റസൂലുള്ള പറഞ്ഞു നിഅമൽ ഇദാമു അൽ ഖല്ലു കൂട്ടാനിൻ്റെ വർഗം വളരെ, കറിയുടെ വർഗം വളരെ ഫസ്റ്റ്, വളരെ നല്ലത്. അൽ ഖല്ലു മഖ്സൂസും ബിൽ മദ്ഹ് ഖല്ലാണ്, സുർക്കയാണ്. അപ്പോൾ സുർക്ക എന്ന് പറയുന്ന കറി വളരെ നല്ലതാണ്. ഇവിടെ ഖല്ല് ആണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞത് അസ്സനാഉ അലൈഹി ബിദാലിക ഇന്നമാ ഹുവ ബിഹസ്ബി മുഖ്തദൽ ഹാലിൽ ഹാദിരി ഈ സന്ദർഭം തേടിയതനുസരിച്ചു കൊണ്ട് പറഞ്ഞതാണ്, അല്ലാതെ ലാലി തഫ്ളീലിഹി അലാ ഗൈരിഹി മറ്റുള്ളതിനേക്കാണ് ഖല്ലിനെ ശ്രേഷ്ഠമാക്കിക്കൊണ്ട് പറഞ്ഞതല്ല. ഖിലാഫൻ ലിമൻ ദന്നഹു അങ്ങനെ വിചാരിച്ച ചില ആളുകളുണ്ട്. ഇവിടെ ലി അന്ന സബബൽ ഹദീസി ഈ ഹദീസിൻ്റെ കാരണം അന്ന അഹ്ലഹു ഖദ്ദമു ലഹു ഖുബ്സ റസൂലുള്ളാഹിൻ്റെ അഹ്ലുകാർ റസൂലുള്ളാഹിക്ക് വേണ്ടി മുന്തിച്ചു ഖുബ്സൻ പത്രി കൊണ്ടുവന്ന് കൊടുത്തു. ഫഖാല അപ്പോൾ റസൂൽ ചോദിച്ചു ഹൽമിൻ ഉദ്മിൻ മാമിൻ ഉദ്മിൻ എന്ന് ചില റിവായത്തിൽ വല്ല കറിയും ഉണ്ടോ? ഖാലു അവർ പറഞ്ഞു മാ ഇൻദനാ ഇല്ലാ ഖല്ലു ഞങ്ങളുടെ അടുക്കൽ സുർക്ക അല്ലാതെ വേറൊന്നുമില്ല. ഫഖാല ദാലിക അപ്പോഴാണ് ഫഖാല റസൂലുള്ള പറഞ്ഞു നിഅമൽ ഇദാമു അൽ ഖല്ലു റസൂലുള്ള ഇത് പറഞ്ഞു കൂട്ടാനിൻ്റെ വർഗം, കറിയുടെ വർഗം വളരെ നല്ലത് സുർക്കയാണ്. അത് ജബുറൻ ഒന്നുകിൽ ഈ കൊണ്ടുവന്ന ഇവരുടെ മനസ്സിനെ ആ മനസ്സിന് ഒരു പ്രയാസം ഉള്ളത് പരിഹരിക്കാൻ വേണ്ടിയിട്ട്, ഔ തതീബൻ ലി ഖൽബിഹി അല്ലെങ്കിൽ റസൂലുള്ള ഒന്ന് നന്നാക്കാൻ വേണ്ടി മൻ ഖദ്ദമഹു ഇതിനെ മുന്തിച്ചു കൊണ്ടുവന്ന ഒരുത്തരെ അവരെ മനസ്സിന് ഒരു നല്ല ഒരു കാര്യം മനസ്സിന് ഒരു ഇഷ്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ ലാ തഫ്ദീലൻ ലഹു അലാ ഗൈരിഹി ഇതിനെ മറ്റുള്ളതിനേക്കാണൊക്കെ ശ്രേഷ്ഠമാക്കിക്കൊണ്ട് പറഞ്ഞതല്ല. ഇത് ലോ ഹളറ നഹവു ലഹമിൻ ഔ അസ്ലിൻ ഔ ലബനിൻ കാരണം മാംസം, തേന്, പാല് പോലോത്തതൊക്കെയാണ് ഇവിടെ സന്നിഹിതമായിരുന്നതെങ്കിൽ ലകാന അഹഖ ബിൽ മദ്ഹി അവയാകുമായിരുന്നു ഈ മദ്ഹ് ചെയ്യൽ കൊണ്ട് ഏറ്റവും അർഹതപ്പെട്ടത്.
وبهذا علم أنه لا تنافي بين هذا وبين قوله بئس الإدام والخل. ഈ പറഞ്ഞതുകൊണ്ട് അറിയപ്പെട്ടു ഇപ്പറഞ്ഞതിൻ്റെയും ഇനി ശേഷം പറയാൻ പോകുന്ന ഒന്നുണ്ട്, ബിഇസൽ ഇദാമു അൽ ഖല്ലൂൻ. ഇവിടെ മദ്ഹായിട്ടാണ് പറഞ്ഞതെങ്കിൽ വേറൊരു സ്ഥലത്ത് ദമ്മായിട്ട് പറഞ്ഞു. കറിയുടെ വർഗം വളരെ മോശം, അത് സുർക്കയാണ് എന്ന് പറഞ്ഞ ഒരു റിവായത്തുണ്ട്, ഒരു ഹദീസുണ്ട്. ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമില്ല എന്ന് മനസ്സിലായി. കാരണം ഇത് ഈ ഒരു സന്ദർഭം വെച്ചുകൊണ്ട് ഇതിനെ മദ്ഹ് ചെയ്തതാണ്, മോശമായിട്ട് പറഞ്ഞത് ആ ഒരു സന്ദർഭം വെച്ചുകൊണ്ടും പറഞ്ഞതാണ് എന്ന് വെച്ചാൽ മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. റൗളത്തുൽ ഇൽമിലെ ബഹുമാന്യരായ സഹോദരങ്ങളെ, അശ്ശമാഇലുൽ മുഹമ്മദിയ പാർട്ട് 18. ബാബു മാ ജാഅ ഫീ സിഫത്തി ഇദാമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കറിയുടെ വിശേഷണത്തിൽ വന്ന ഹദീസുകളെ ബയാൻ ചെയ്യുന്ന ബാബാണ്. ഇദാമ് കസ്റുകൊണ്ട്, അംസക്ക് കസ്റുകൊണ്ട് പറയും, ഉദാമ് ദമ്മ് കൊണ്ടും പറയും. മാ യുകലു മഅൽ ഖുബ്സി അയ്യു ഷൈഇൻ കാന. പത്തിരിയോടുകൂടെ ഭക്ഷിക്കപ്പെടുന്ന ഒന്ന്, അത് എന്താണെങ്കിലും ശരി എന്ന് പറഞ്ഞാൽ യഅനി മാഇഅൻ ഔ ഗൈറഹു, ദ്രാവക രൂപത്തിലുള്ളതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും പത്രിയോടുകൂടെ ഭക്ഷിക്കപ്പെടുന്ന ഒന്നിനാണ് ഇദാമ്, അതല്ലെങ്കിൽ ഉദാമ് എന്നൊക്കെ പറയുക. മാ യുസാഖു ബിഹിൽ ഖുബ്സു വയസ്ലഹു ബിഹി തആമു. മാ ഒന്നാണ്, ആ ഒന്നുകൊണ്ട് പത്രിയെ വേഗത്തിൽ ഇറക്കപ്പെടാൻ കഴിയും. വയസ്ലഹു ബിഹി തആമു, അതുകൊണ്ട് ഭക്ഷണം നന്നായി തീരുകയും ചെയ്യും. അങ്ങനത്തതിനാണ് ഇദാമ് എന്ന് പറയാം. ഫയശ്മലുൽ ജാമിദ. അപ്പം ഈ ഇദാമ് അതല്ലെങ്കിൽ ഉദാമ് എന്നുള്ളത് ജാമിദിനെയും, കറി എന്ന് പറയുമ്പോൾ ദ്രാവക രൂപത്തിലാവണം എന്നില്ല, ജാമിദിനെയും ഉൾപ്പെടുത്തും. കല്ലഹമി, മാംസം പോലെ. വമിൻഹു ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞ വാക്ക് ഇതിൽപ്പെട്ടതാണ്. സയ്യിദു ഇദാമി അഹ്ലി ദുനിയ വൽ ആഖിറത്തി അല്ലഹമു. ദുനിയാവിലെയും ആഖിറത്തിലെയും ആളുകളുടെ കൂട്ടാനിൻ്റെ നേതാവെന്ന് പറയുന്നത് മാംസമാണ്. വസയ്യിദു ശറാബി ഫിദ്ദുനിയ വൽ ആഖിറത്തി അൽ മാഉ. ദുനിയാവിലും ആഖിറത്തിലും പാനീയത്തിൻ്റെ നേതാവെന്ന് പറയുന്നത് വെള്ളമാണ്. വസയ്യിദു റയാഹീനി ഫിദ്ദുനിയ വൽ ആഖിറത്തി. ദുനിയാവിലും ആഖിറത്തിലും സുഗന്ധങ്ങളുടെ നേതാവെന്ന് പറയുന്നത് അൽ ഫാഗിയത്തു, ഫാഗിയത്താണ് എന്ന് പറഞ്ഞാൽ ഐ സമറുൽ ഹിന്നാഇ, മൈലാഞ്ചിയുടെ പഴമാണ്, അതല്ലെങ്കിൽ അതിൻ്റെ പുഷ്പം, പൂവും പഴവുമൊക്കെ നല്ല വാസനയുള്ള ഒരു തരം മൈലാഞ്ചിയുണ്ട്. ആ മൈലാഞ്ചിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഇപ്പോൾ നിലകൊള്ളുന്ന ഈ ഒരു അവസ്ഥ അത്ര കണ്ട് ശരിയല്ല. ഈ ഇസ്തിഫാമ് ഇൻകാറിനും തൗബീഖിനുമാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ശരിയല്ല, നല്ല സൂക്ഷിക്കണം എന്ന തരത്തിൽ ഇവിടെ ഭക്ഷണപാനീയത്തിൽ ആവശ്യമായതിൽ ഏറ്റവും ചുരുങ്ങിയ നിലക്ക് ഭക്ഷണം ഉപയോഗിക്കുക, പാനീയം ഉപയോഗിക്കുക, അതിൻ്റെ മേൽ ചുരുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രേരണയാണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹിന്റെ ശിആർ അതാണ്, ആ നിലക്ക് നിങ്ങളും ആവണം എന്ന നിലക്ക്. അടുത്ത ഹദീസ് 153. ഹദ്ദസന അബ്ദത്തു ബിനു അബ്ദില്ലാഹിൽ ഖുസാഇ എന്ന് തുടങ്ങി. അൻ ജാബിർ ബിൻ അബ്ദില്ലാഹി
ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജാബിർ എന്നോട് പറയുന്നു, നിഅമൽ ഇദാമു അൽ ഖല്ലു, നേരെ പറഞ്ഞതുപോലെ തന്നെ. അടുത്ത ഹദീസ് ഹദ്ദസന ഹന്നാദു ഖാല ഹദ്ദസന വഖീഉൻ തുടങ്ങി അൻ സഹ്ദമിനിൽ ജർമിയു എന്നിവരെ തൊട്ട്. ഖാല അവർ പറയാണ്, കുന്നാ ഇൻദ അബീ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, ഞങ്ങൾ ബഹുമാനപ്പെട്ട അബൂ മൂസൽ അശ്അരി തങ്ങളുടെ അരികിലായിരുന്നു. അബ്ദുല്ലാഹിബ്നു ഖൈസ് എന്നാണ് അവരുടെ പേര്. അഷ്അർ എന്നത് യമനിലെ ഒരു കബീലയാണ്, അവിടെ അതിലേക്ക് നിസ്ബയാണ്. അപ്പോൾ ഫഉതിയ ബിലഹ്മി ദജാജിൻ, ആ സമയത്ത് ഒരു കോഴിയുടെ മാംസം കൊണ്ടുവരപ്പെട്ടു, കോഴി മാംസം. ഫതനഹാ റജുലു മിനൽ ഖൗമി, ആ സമയത്ത് അവിടെ കൂടിയ ആ ജനങ്ങളിൽ നിന്നുള്ള ഒരു റജുല് മാറി അകലെ പോയി. സാറ ഇലാ തർഫിൽ ഖൗമി വ തബഅദ എന്നർത്ഥം. ഈ കൂടിയ ആളുകളുടെ ഒരു അറ്റത്തേക്ക് മാറി അകലെ പോയി നിന്നു. ഫഖാല, അപ്പോ ഈ അബൂ മൂസൽ അശ്അരി തങ്ങൾ ചോദിച്ചു, മാലക്ക, നിങ്ങൾക്ക് എന്തേ സംഭവിച്ച്, നിങ്ങൾ എന്തേ ഇത് ഭക്ഷിക്കാൻ കൂടാത്തത്? ഫഖാല, അപ്പൊ അവര് പറഞ്ഞു, ഇന്നി റഅയ്തുഹാ തഅകുലു ശൈഅ, ഞാൻ കോഴിയെ കണ്ടിട്ടുണ്ട്, അത് എന്തൊക്കെയോ ഭക്ഷിക്കുന്നതായിട്ട്. ഷെയ് എന്ന് പറഞ്ഞത് മോശമായ എന്തൊക്കെയോ ഭക്ഷിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഷെയ് എന്ന് പറഞ്ഞ ഖദ്റത്തൻ, കാഷ്ടം, മനുഷ്യ വിസർജ്യം ഭക്ഷിക്കുന്നത് ഞാൻ കണ്ടു. അത് ഇവിടെ അദ്ദേഹം വ്യക്തമായി പറയാതെ മൂടലാക്കി പറഞ്ഞത്, അവിടെ കൂടിയ ആളുകൾ ഇത് ഭക്ഷിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്, അവർക്കൊരു വെറുപ്പ് വരാൻ പാടില്ല ഇദ്ദേഹം ആ പേര് പറയുമ്പോൾ. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം ചിലതൊക്കെ ഭക്ഷിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഫഹലഫ്തു, ഞാൻ സത്യം ചെയ്തു, അപ്പോൾ അല്ല ആകുലഹ, ഞാൻ അത് ഈ കോഴിമാംസം ഭക്ഷിക്കൂല എന്ന് ഞാൻ സത്യം ചെയ്തതാണ്. അപ്പോ അദ്ദേഹം അങ്ങനെ സത്യം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ആ തബഅ അതിനെ വിലങ്ങുന്നുണ്ട്. അത് ഒരു ദുർഗന്ധമുള്ള സാധനം തിന്നുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അത് വെറുപ്പായി തോന്നി. അതല്ലാതെ കോഴിമാംസം ഹറാമായതിൻ്റെ പേരിലൊന്നുമല്ല. അപ്പോൾ ആ നിലക്കാണ് അദ്ദേഹം സത്യം ചെയ്തിരിക്കുന്നത്. ഖാല, അപ്പോൾ അബൂ മൂസൽ അശ്അരി തങ്ങൾ പറഞ്ഞു, ഉദ്നു, നിങ്ങളുടെ അടുത്തേക്ക് വരൂ. ഫൈന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം അള്ളാഹുവിൻ്റെ റസൂലിനെ ഞാൻ കണ്ടിരിക്കുന്നു, യഅ്കുലു ലഹമ ദജാജിൻ, കോഴിമാംസം ഭക്ഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വരിക എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് അടുത്തേക്ക് വിളിച്ചു എന്നാണ്. ഖാല അബ്ദുല്ലാഹി ബിൻ അബ്ദുറഹ്മാൻ ഫി ഹദീസിഹി, ഈ ഹദീസിലെ രണ്ട് റാവികളായ അബ്ദുല്ലാഹിബിന് മുഹമ്മദ് ബിൻ സഹീദ് ബിൻ അസ്കറുണ്ട്, അബ്ദുല്ലാഹിബിൻ അബ്ദുറഹ്മാനുണ്ട്. ഇതിലെ അബ്ദുല്ലാഹിബിൻ അബ്ദുറഹ്മാൻ എന്നവർ പറയുന്നു, ഫി ഹദീസിഹി, തൻ്റെ ഹദീസിൽ, നിഅമൽ ഇദാമു അവിൽ ഉദുമു അൽ ഖല്ലു, അങ്ങനെ ശക്റാവിയായിട്ട് അവിൽ ഉദുമു എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശക്കില്ലാതെ പറഞ്ഞത് മുഹമ്മദ് ബിൻ സഹീദ് ബിൻ അസ്കർ എന്നവരുടെ റിവായത്താണ്. അടുത്ത ഹദീസ് ഹദ്ദസന ഖുതൈബത്തു എന്ന് തുടങ്ങി. ഖാല ഹദ്ദസന അബുൽ അഹ്വസ് അൻ സിമാക് ബിൻ ഹർബിൻ ഖാല സമീഅതു നുഅ്മാൻ ബിൻ ബശീർ യഖൂൽ, നുഅ്മാൻ ബിൻ ബശീർ എന്നവർ പറയുന്നു, അലസ്തും ഫീ തആമിൻ വ ശറാബിൻ മാ ശിഅ്തും, നിങ്ങളല്ലയോ ഭക്ഷണത്തിൻ്റെയും പാനീയത്തിൻ്റെയും കാര്യത്തിൽ, മാ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വിധത്തിൽ അല്ലയോ. അപ്പോൾ അലസ്തും മുതനഇമീന ഫീ തആമിൻ വ ശറാബിൻ,
ബിൽ മിഖ്ദാരില്ലദീ ശിഅ്തും മിനസ് സഅതി വൽ ഇഫ്റാത്തി. ഇവിടെ താബിഈങ്ങളോടും അതല്ലെങ്കിൽ റസൂലുള്ളാഹിക്ക് ശേഷമുള്ള സഹാബത്തിനോടോ ഒക്കെയാണ് ഖിതാബ്. ഈ അഭിമുഖമായി പറയുന്നത് ഒന്നുകിൽ താബിഈങ്ങളോടാണ്, അതല്ലെങ്കിൽ റസൂലുള്ളാഹിക്ക് ശേഷമുള്ള റസൂലുള്ളാഹിൻ്റെ സഹാബികളോടാണ് പറയുന്നത്. നിങ്ങളല്ലേ ഭക്ഷണത്തിൻ്റെയും പാനീയത്തിൻ്റെയും വിഷയത്തിൽ നല്ല ആഡംബരം കാണിക്കുന്നവരല്ലേ, സുഖിക്കുന്നവരല്ലേ. ബിൽ മിഖ്ദാരില്ലദീ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കണക്കനുസരിച്ചുകൊണ്ട്, മിനസ് സഅതി വൽ ഇഫ്റാത്തി, വിശാലതയിലും അമിതം കാണിക്കുന്നതിലുമൊക്കെ നിങ്ങൾ നല്ലോണം ഭക്ഷണത്തിൻ്റെയും പാനീയത്തിൻ്റെയും കാര്യത്തിൽ സുഖിക്കുന്നവരല്ലേ. ലഖദ് റഅയ്തു നബിയ്യക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം നിങ്ങളുടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കണ്ടിരിക്കുന്നു. ഏത് അവസ്ഥയിൽ? വമാ യജിദു മിനദ്ദഖലി, ആ പ്രവാചകർ എത്തിച്ചിട്ടില്ല, മിനദ്ദഖലി, താഴ്ന്ന തരം കാരക്കയിൽ നിന്ന് അവരെത്തിച്ചിട്ടില്ല, മാ യംലഉ ബത്നഹുമാ, ഒന്നിനെ എത്തിച്ചിട്ടില്ല. ആ ഒന്ന് ആ പ്രവാചകരുടെ വയറിനെ നിറക്കും, അങ്ങനത്തെ ഒന്നിനെ. അപ്പോൾ തൻ്റെ വയറ് നിറക്കാൻ താഴ്ന്ന തരം കാരക്ക എന്ന് പോലും പറയാൻ പറ്റാത്ത വിധം താഴ്ന്ന ഒരു സാധനം പോലും നിങ്ങളെ പ്രവാചകർ എത്തിച്ചിട്ടില്ല. ഇതാണ് പ്രവാചകരുടെ കാലത്തുള്ള അവസ്ഥ. നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ആഡംബരം കാണിക്കണോ ഭക്ഷണത്തിൻ്റെയും പാനീയത്തിൻ്റെയും വിഷയത്തിൽ, ആ നിലക്കാണല്ലോ നിങ്ങളുള്ളത് എന്ന് നുഅ്മാൻ ബിൻ ബഷീർ എന്നവർ താബിഈങ്ങളെ കൊണ്ട് നോക്കിയിട്ടാണ് ഈ പറഞ്ഞത്. അതല്ലെങ്കിൽ റസൂലുള്ളാഹിൻ്റെ വഫാത്തിൻ്റെ ശേഷമുള്ള സഹാബികളിലേക്ക് നോക്കിക്കൊണ്ടാണ് ഈ പറഞ്ഞത് എന്നർത്ഥം. രണ്ടു നിലക്കും വിശദീകരണമുണ്ട്. ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ഹദീസും കൂടി തൊട്ടടുത്ത് വരുന്നുണ്ട്. അതിൽ കാണാം, കുന്നാ ഇൻദ അബീ മൂസ, ഞങ്ങൾ അബീ മൂസ തങ്ങളുടെ അടുക്കലായിരുന്നു. ഖാല ഫഖുദ്ദിമ തആമുഹു വഖുദ്ദിമ ഫീ തആമിഹി ലഹമ ദജാജിൻ. അബൂ മൂസ അശ്അരി തങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഖാദിമീങ്ങളിൽ ചിലവർ അദ്ദേഹത്തിനുള്ള ഭക്ഷണം മുന്നോട്ട് കൊണ്ടുവന്നു വെച്ചു. ആ ഭക്ഷണക്കൂട്ടത്തിൽ കോഴി മാംസവും കൊണ്ടുവന്നു വെച്ചു. വഫിൽ ഖൗമി റജുലുൻ മിൻ ബനി തൈമില്ല, ബനു തൈമില്ലയിൽപ്പെട്ട ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. തൈമുല്ലാഹി ബിനു സഅലബത്ത. വഹും ഹയ്യും മിൻ ബനി ബക്കർ, ബനി ബക്കറിൽപ്പെട്ട ഒരു ഉപകബീലയാണ് ഈ തൈമുല്ലാഹി ബിൻ സഅലബത്ത എന്ന് പറയുന്ന കബീല. അതിൽപ്പെട്ട റജുലാണ് അഹ്മറു. തൈമുല്ല എന്ന് പറഞ്ഞാൽ അബ്ദുല്ല എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അഹ്മറു, അദ്ദേഹത്തിൻ്റെ നിറം ചുവപ്പ് നിറമാണ്. അദ്ദേഹം ഒരു റോമക്കാരിൽപ്പെട്ട ഒരു അടിമയാണ്. കന്നഹു മൗലൻ, അദ്ദേഹം റോമക്കാരിൽപ്പെട്ട ഒരു അടിമയെപ്പോലെയുണ്ട് കണ്ടു നോക്കുമ്പോൾ, അങ്ങനെ തോന്നുന്നുണ്ട്. ഖാല ഫലം യദ്നു, പക്ഷെ അദ്ദേഹം അടുത്തേക്ക് വന്നില്ല. ഫഖാല ലഹു അബൂ മൂസ, അപ്പോൾ അദ്ദേഹത്തോട് അബൂ മൂസ തങ്ങൾ പറഞ്ഞു, ഉദ്നു എന്ന് പറഞ്ഞാൽ ഉഖ്റുബ് ഇല തആമി വക്കുൽ, ഈ ഭക്ഷണത്തിൻ്റെ അടുത്തേക്ക് വന്ന് അത് ഭക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഫഇന്നി, അദ്ദേഹം നിശ്ചയം ഞാൻ ഖദ് റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിനെ ഞാൻ കണ്ടിരിക്കുന്നു, അക്കലമിന്നു, ഈ കോഴി മാംസം ഭക്ഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഫഖാല, അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഇന്നി റഅയ്തുഹു യഅകുലു ശൈഅ, ഞാൻ കോഴിയെ കണ്ടിരിക്കുന്നു അത് ചിലതൊക്കെ ഭക്ഷിക്കുന്നതായിട്ട്. ഇവിടെ നെത്തിനൻ എന്ന് ചില നുസ്ഖയിലുണ്ട് ഷൈഅൻ്റെ സ്ഥാനത്ത്. ദുർഗന്ധമുള്ളതിനെ ഭക്ഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഫഖദിർതുഹു, അപ്പോൾ ഞാൻ അതിനെ മ്ലേച്ഛമായിട്ടാണ് കാണുന്നത്. ഫഹലഫ്തു, അപ്പോൾ എൻ്റെ മനസ്സിൽ അതൊരു വിഷമായിട്ട് തോന്നി. ഫഹലഫ്തു, അപ്പോൾ ഞാൻ സത്യം ചെയ്തു, അല്ല അത്അമഹു അബദ, ഒരിക്കലും കോഴി ഭക്ഷിക്കൂല എന്നുള്ളത്. അപ്പോൾ ആ നിലക്ക് ആണ് ഞാൻ വരാത്തത് എന്ന് മറുപടി പറഞ്ഞു എന്നാണ്. ഇനി 155 നമ്പർ ഹദീസ്. അവിടെ حدثنا الفضيل بن سهيل الأعرج البغدادي قال حدثنا إبراهيم بن عبد الرحمن بن مهدي عن إبراهيم بن عمر بن سفينة عن أبيه عن جده قال
അക്കൽത്തു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹമ ഹുബാറ. അള്ളാഹിൻ്റെ റസൂലിനോട് കൂടെ ഞാൻ ഭക്ഷിച്ചു. ഇവർ പറയാണ് ലഹമ ഹുബാറ, കൊറ്റിയുടെ മാംസത്തെ ഭക്ഷിച്ചു. അപ്പം അത് ഭക്ഷിക്കാൻ പറ്റുന്ന സാധനമാണ് എന്നർത്ഥം. 157 നമ്പർ. حدثنا محمود بن غيلان قال حدثنا أبو أحمد الزبيري وأبو نعيم قال حدثنا سفيان عن عبد الله بن عيسى رجل من أهل الشام يقال له عطاء عن أبي سعيد قال رضي الله عنه وأنهم قال رسول الله صلى الله عليه وسلم അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു കുലു സൈത്ത, സൈത്തിനെ നിങ്ങൾ ഭക്ഷിക്കൂ. സൈത്ത് എന്ന് പറഞ്ഞ ഒലീവ് എണ്ണയെ നിങ്ങൾ ഭക്ഷിക്കൂ എന്ന് പറഞ്ഞാൽ ഐ മഅൽ ഖുബ്സി എന്നാണ് അർത്ഥം. പത്തിരിയോട് കൂടെ ഒലിവെണ്ണയെ ഭക്ഷിക്കുവീൻ. അപ്പം പത്തിരിക്ക് ഒലിവെണ്ണ നിങ്ങൾ ഉപയോഗിച്ചോളൂ എന്നർത്ഥം. വദ്ദഹിനു ബിഹി, ഈ ഒലീവ് എണ്ണ കൊണ്ട് നിങ്ങൾ എണ്ണ തേക്കുകയും ചെയ്യുവീൻ. ഒന്നരാടം എണ്ണ തേക്കുക. ഫഇന്നഹു മിൻ ഷജറത്തിൻ മുബാറക്കത്തിൻ, കാരണം ഈ സൈത്ത് എന്ന് പറയുന്നത് ബർക്കത്താക്കപ്പെട്ട ഒരു മരത്തിൽ നിന്നും പുറപ്പെടുന്ന എണ്ണയാണ്. ഷജറത്തു സൈത്തൂൻ, അതിൽ നിന്ന് പുറപ്പെടുന്നതാണ് അത്. ഈ മരം ബർക്കത്താക്കപ്പെട്ടതാണെന്ന് പറയാൻ കാരണം ലി കസ്റത്തി മാഫിഹ മിനൽ മനാഫിഇ എന്നാണ്. ധാരാളം ഉപകാരങ്ങൾ ഇതിലുണ്ട്. ഫഖദ് ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഫി സൈത്തൂനി മനാഫിഉ കസീറ, സൈത്തൂനിൽ ധാരാളം മൻഫഅത്തുകളുണ്ട്, ഉപകാരങ്ങളുണ്ട്. യുസ്റജു ബി സൈത്തിഹി, അതിൻ്റെ എണ്ണ കൊണ്ട് കത്തിക്കപ്പെടും, വിളക്ക് കത്തിക്കപ്പെടും. വഹുവ ഇദാമുൻ, അത് കറിയാണ്, പത്തിരിക്ക് കറിയായിട്ട് ഉപയോഗിക്കാം. ദുഹാനുൻ, അത് എണ്ണയാണ്. ദിബാഗുൻ, ഊറക്കിടാൻ പറ്റുന്ന സാധനമാണത്. അതുകൊണ്ട് വയൂഖദു ബി ഹത്ബിഹി, അതിൻ്റെ വിറക് കൊണ്ട് കത്തിക്കപ്പെടാൻ പറ്റും. വലൈസ ശൈഉൻ ഇല്ലാ വഫീഹി മൻഫഅത്തുൻ, അതിൻ്റെ ഏതൊന്ന് ഉണ്ടോ അതൊക്കെ ഉപകാരമുള്ളതാണ്. ഹത്ത റമാദി, 800 വരെ എന്ന് തുടങ്ങി ഇതിന് ധാരാളം ശ്രേഷ്ഠതകളൊക്കെ പറയുന്നുണ്ട്. വഹിയ അവ്വലു ഷജറത്തിൻ നബത്തത്ത് ഫി ദുനിയ, ദുനിയാവിൽ ആദ്യം മുളച്ച മരമാണ്. അവ്വലു ഷജറത്തിൻ നബത്തത്ത് ബഅദ തൂഫാനി, ലോക ജലപ്രളയമായ തൂഫാനിൻ്റെ ശേഷം ആദ്യം മുളച്ച മരമാണ്. നബത്തത്ത് ഫി മനാസിലിൽ അംബിയാഇ, പ്രവാചകന്മാരുടെ ഭവനങ്ങളിൽ മുളച്ച മരമാണ്. വൽ അർദിൽ മുഖദ്ദസത്തി, പരിശുദ്ധമായ ഭൂമിയിൽ ബൈത്തുൽ മുഖദ്ദസിലൊക്കെ മുളച്ച മരമാണ്. വദഅലഹ സബ്ഉന നബിയ്യൻ ബിൽ ബറക്കത്തി, 70 പ്രവാചകന്മാർ ബറക്കത്ത് കൊണ്ട് അതിനു വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അവരിൽപ്പെട്ടവരാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. മിന്നും സയ്യിദുന മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയും ബറക്കത്ത് കൊണ്ട് ദുആ ചെയ്തിട്ടുണ്ട്. ഫൈനഹു ഖാല അല്ലാഹുമ്മ ബാരിക് ഫി സൈത്തി വസ്സൈത്തൂൻ എന്ന് റസൂലുള്ളാഹി ദുആ ചെയ്തു മർറത്തൈൻ. ഇങ്ങനെ ഇമാം ഖുർത്തുബി തങ്ങൾ തഫ്സീറിൽ ഉള്ളതായി, സൂറത്തു നൂറിൽ തഫ്സീറിൽ അങ്ങനെ പറഞ്ഞതായി അൽ മവാഹിബുൽ ലദുനിയയിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഹദീസ് അവിടെ ഹദ്ദസന സഞ്ചിയു എന്ന് തുടങ്ങി അബ്ദുർ റസാഖ് എന്നവർ ഉള്ള ഹദീസ് തന്നെയാണ്. അവിടെ അൻ മഅമരിൻ അൻ സയ്യിദ് ബിൻ അസ്ലമ അൻ അബീഹി അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹവഹു വലം യദ്കുർ ഫീഹി അൻ ഉമറ, അവിടെ ഉമർ തങ്ങളെ തൊട്ട് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഇൽത്തിറാബ് സംഭവിച്ചു എന്നതിന് തെളിവായിട്ട് പറയാണ്. 160-ാമത്തെ ഹദീസ് ഹദ്ദസന മുഹമ്മദ് ബിൻ ബഷാരിൻ എന്ന് തുടങ്ങി അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല
കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹിയായിരുന്നു യുഅജിബുഹു ദുബ്ബാഉ. റസൂലുള്ളാഹിക്ക് ഈ ചുരങ്ങ അത് വളരെ ഇഷ്ടമുള്ളതായിരുന്നു. റസൂലുള്ളാഹിക്ക് അത് വളരെ തൃപ്തികരമാണ്. ഇവിടെ യുഅജിബുഹു ദുബ്ബാഉ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇഅ്ജാബ് കൊണ്ട് തഅജ്ജുബ് കൊണ്ട് ഉദ്ദേശം റസൂലുള്ളാഹിക്ക് അത് വളരെ നല്ലത് നല്ല ഇഷ്ടമുള്ളതായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെ ഫഉതിയ ബി തആമിൻ ഭക്ഷണത്തെ കൊണ്ടുവരപ്പെട്ടു റസൂലുള്ളാഹിക്ക്. ഔ ദുഇയ ലഹു അതല്ലെങ്കിൽ റസൂലുള്ളാഹിനെ ഒരു ഭക്ഷണത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടു. അങ്ങനെ ഫജഅൽതു അപ്പോൾ ഞാനായി അത്തതബ്ബഉഹു ഈ ചുരങ്ങയെ ഇങ്ങനെ പരിശോധിക്കാൻ തുടങ്ങി. നിരന്തരമായി തേടിക്കൊണ്ടിരുന്നു ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ. അങ്ങനെ ഫഅളഹു ഞാൻ ഇതിങ്ങനെ തെരഞ്ഞ് അതെടുത്ത് അതിനെ ഞാൻ വെക്കും. ബൈന യദൈഹി റസൂലുള്ളാഹിൻ്റെ മുന്നിലേക്ക് വെച്ചു കൊടുക്കും ഈ ചുരങ്ങയെ. ലിമാ അലമു ഞാൻ അറിഞ്ഞ ഒന്നിനു വേണ്ടി അന്നഹു യുഹിബ്ബുഹു റസൂലുള്ളാഹി അത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞതുകൊണ്ട് ഈ ഭക്ഷണത്തിൽ നിന്ന് ഞാനതിനെ തെരഞ്ഞ് പിടിച്ച് പൊറുക്കിയെടുത്ത് റസൂലുള്ളാഹിൻ്റെ മുന്നിലേക്ക് വെച്ചു കൊടുക്കും. അടുത്ത ഹദീസ് ഹദ്ദസന ഖുതൈബത്തു ബിൻ സഈദ് എന്ന് തുടങ്ങിയ ഹക്കീം ബിൻ ജാബിർ അൻ നബീഹി ഖാല ദഖൽതു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ജാബിർ എന്നൊരു പറയാൻ റസൂലുള്ളാഹിൻ്റെ മേൽ ഞാൻ പ്രവേശിച്ചു. ഫറഅയ്തു ഇൻദഹു ദുബ്ബാഅൻ അപ്പോൾ റസൂലുള്ളാഹിൻ്റെ അടുക്കൽ ഞാൻ കണ്ടു ചുരങ്ങയെ യുഖത്തഉ അതിനെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഫഖുൽതു അപ്പം ഞാൻ ചോദിച്ചു മാ ഹാദ ഇതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ കഷ്ണമാക്കി വെച്ചതിൻ്റെ ഫായിദ നേട്ടം എന്താണ് എന്ന് കഷ്ണാക്കിയതിനെ പറ്റി ചോദിച്ചാൽ ചുരങ്ങ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ചോദിച്ചതല്ല. അപ്പോൾ കാല പിന്നെ റസൂലുള്ളാഹി പറഞ്ഞു കസിറു ബിഹി തഅമന ഞങ്ങൾ ഇതുകൊണ്ട് ഞങ്ങളുടെ ഭക്ഷണത്തിനെ അധികരിപ്പിക്കും. നജ്അലുഹു കസീറൻ ബിഹി ഇതുകൊണ്ട് ഞങ്ങൾ ആ ഭക്ഷണത്തെ ധാരാളമാക്കും എന്നർത്ഥം. അപ്പോൾ ആ നിലക്ക് വേണ്ടി ആ ഒരു ഉദ്ദേശത്തിൽ കഷ്ണമാക്കി വെച്ചതാണ് എന്ന് പറഞ്ഞു. ഖാല അബൂ ഈസ തുർമുദി തങ്ങൾ പറയുന്നു ജാബിറുൻ ഇവിടെ പറഞ്ഞ ഹക്കീം ബിനു ജാബിർ എന്ന് പറയുന്ന ജാബിർ ഹുവ ജാബിറു ബിനു താരിഖാണ്. വയുഖാലു ഇബ്നു അബി താരിഖ് എന്നും ആ ജാബിറിനെ സംബന്ധിച്ച് പറയപ്പെടാറുണ്ട്. വഹുവ അദ്ദേഹം റജുലുൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ റസൂലിൻ്റെ അസ്ഹാബിൽപ്പെട്ട ഒരാളാണ്. പക്ഷേ വലാ നഅരിഫു ലഹു ഇല്ലാ ഹാദൽ ഹദീസൽ വാഹിദ അദ്ദേഹത്തിന് ഈ ഒരൊറ്റ ഹദീസിനെ അല്ലാതെ നമ്മൾ അറിയുന്നില്ല. ഒരു ഹദീസ് മാത്രമേ അദ്ദേഹത്തിനെ തൊട്ടുള്ളൂ. അബൂ ഖാലിദ് എന്ന് പറയുന്നത് ഇസ്മുഹു സഅദാണ്. അടുത്ത 158 ഹദീസ്. ആ ഹദീസും ഇതേ പ്രകാരം തന്നെയാണ്. ഹദ്ദസന യഹ്യ ഇബ്നു മൂസ ഖാല ഹദ്ദസന അബ്ദുർ റസാഖി قال حدثنا معمر عن زيد بن أسلم عن أبيه عن عمر بن الخطاب رضي الله عنه قال قال رسول الله صلى الله عليه وسلم كلوا الزيت وادهنوا به فإنه من شجرة مباركة. قال أبو عيسى الترمذي തങ്ങൾ പറയുന്നു വഅബ്ദുർ റസാഖി കാന യൽതരിബു ഫി ഹാദൽ ഹദീസ് അബ്ദുർ റസാഖ് എന്നവർ ഈ ഹദീസിൻ്റെ റാവികളിൽപ്പെട്ട അബ്ദുർ റസാഖ് എന്നവർ ഈ ഹദീസിൽ ആശയക്കുഴപ്പത്തിലായിട്ടുണ്ട്. ഫറുബ്ബമാ അസ്നദഹു വറുബ്ബമാ അർസലഹു അദ്ദേഹം ചില റിവായത്തിലൂടെ അദ്ദേഹം ഇതിനെ ഇസ്നാദ് ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹിയിലേക്കാണ് ചേർത്തുന്ന രീതിയിൽ ഉമറുൽ ഖത്താബ് തങ്ങളെ തൊട്ടാണല്ലോ ഉള്ളത്. അപ്പോൾ ചിലപ്പോൾ ഉമറുൽ ഖത്താബിനെ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ ഉമറുൽ ഖത്താബ് തങ്ങളെ ഈ റിവായത്തിൽ കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ രണ്ട് വിധത്തിലൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ മുൾത്തറബായ ഹദീസ് ദഈഫാണ് എന്നാണ്. ശരീക്ക് ഇൽത്തിറാബ് എന്ന് പറഞ്ഞാൽ തഖാലുഫു റിവായത്തൈനി ഔ അക്സറ രണ്ടോ രണ്ടിൽ കൂടുതലോ റിവായത്തുകൾ പരസ്പരം എതിരായി വരിക ഇസ്നാദം വ മത്നൻ റാവികളുടെ ഭാഗത്തിലൂടെയും അതിൻ്റെ മത്നിൻ്റെ ഭാഗത്തിലൂടെയൊക്കെ എതിരായിട്ട് വരും ബിഹൈസു ലാ യുംകിനുൽ ജംഉ ബൈനഹുമ
ആ റിവായത്തുകൾക്കിടയിൽ ജംഅ് ചെയ്യാൻ സാധ്യമാകാത്ത വിധം എതിരായിട്ടാണ് വന്നിട്ടുണ്ടാവുക. ഇവിടെ ആ ഉദ്ദേശത്തിലല്ല ഇൽത്റാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഈ പറഞ്ഞതാണ്. ചില റിവായത്തിൽ ഉമറുൽ ഖത്താബ് തങ്ങളെ കളഞ്ഞിട്ടുണ്ട്, ചിലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഈ ഹദീസ് സ്വീകരിക്കാൻ പ്രയാസമുള്ള ഹദീസാണ് എന്നർത്ഥം. കുലു അസൈത്ത വദ്ദഹിനു ബിഹി എന്ന് പറഞ്ഞ ഈ റിവായത്തിലൂടെ വന്നത്, തൊട്ടുമ്പ് പറഞ്ഞതിനെ പറ്റിയല്ല. 162 നമ്പർ ഹദീസ്. حدثنا قتيبة بن سعيد عن مالك بن أنس عن إسحاق بن عبد الله بن أبي طلحة أنه سمع إسحاق بن عبد الله بن أبي طلحة എന്നവർ سمع أنس بن مالك رضي الله عنه കേട്ടു يقول പറയുന്നതായിട്ട്, ഇന്ന ഖയ്യാത്തൻ നിശ്ചയം ഒരു തുന്നൽക്കാരൻ, ദആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിനെ അദ്ദേഹം ക്ഷണിച്ചു, ലി തആമിൻ സനഅഹു അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ഭക്ഷണത്തിലേക്ക്. ഖാല അനസുൻ അനസ് എന്നൊരു പറയുന്നു, ഫദഹബതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൂടെ ഞാനും പോയി, ഇലാ ദാലിക തആമി ഈ ഭക്ഷണത്തിലേക്ക്. ഫഖറബ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഈ വ്യക്തി ഈ സ്വഹാബി റസൂലുള്ളാഹിനെ കൊണ്ട് അടുപ്പിച്ചു, ഖുബ്സൻ മിൻ ശഈരിൻ ബാർലിയാലുള്ള പത്രിയെ, വ മറക്കൻ കറിയേയും, ഫീഹി ആ കറിയിലുണ്ട് ദുബ്ബാഉൻ വ ഖദീദുൻ ചുരങ്ങയുമുണ്ട് മാംസ കഷ്ണങ്ങളും ഉണ്ട്. ഖാല അനസുൻ അനസ് എന്നൊരു പറയാണ്, ഫറഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ റസൂലുള്ളാഹിനെ ഞാൻ കണ്ടു, യതതബ്ബഉ ദുബ്ബാഅ ഈ ചുരങ്ങയെ ഇങ്ങനെ വല്ലാതെ തേടുന്നതായിട്ട് കണ്ടു, ഹവാലയിൽ ഖസ്അത്തി ആ പാത്രത്തിൻ്റെ ചുറ്റും. അപ്പോൾ ചുരങ്ങ തെരഞ്ഞുകൊണ്ടിരിക്കുക റസൂലുള്ളാഹ്. ഫലം അസൽ അപ്പോൾ അൻസനോട് പറയാണ്, ഞാൻ ആയിക്കൊണ്ടിരുന്നു, ഒഹിബു ദുബ്ബ ആ ചുരങ്ങയെ ഞാൻ ഇഷ്ടപ്പെടുന്നവരായിക്കൊണ്ടിരുന്നു, മീ യൗമഇദിൻ അന്നേ ദിവസം മുതൽക്ക്. റസൂലുള്ളാഹിക്ക് അത് വലിയ ഇഷ്ടമാണെന്ന് കണ്ട അന്ന് മുതൽക്ക് എനിക്ക് ചുരങ്ങ എനിക്കും ഇഷ്ടമായിരുന്നു. അപ്പം അതുകൊണ്ട് റസൂലുള്ളാഹിക്ക് ചുരങ്ങ ഇഷ്ടമാണ് എന്നുള്ളത് കൊണ്ട് ഞാനും അന്ന് മുതൽക്ക് ഈ ചുരങ്ങയെ ഇഷ്ടം വെക്കുന്നവരായി എന്നാണ്. അതുകൊണ്ട് ഫയുസന്നു മഹബത്തു ദുബ്ബായി ചുരങ്ങയെ ഇഷ്ടം വെക്കൽ സുന്നത്താണ്, ലി മഹബത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലഹു റസൂലുള്ളാഹ് അതിനെ ഇഷ്ടം വെക്കുന്നു എന്നുള്ളത് കൊണ്ട്. കാരണം ഇത് മിൻ സരീഹിൽ ഈമാനി ഈമാനിൻ്റെ വ്യക്തമായ ഘടകത്തിൽപ്പെട്ടതാണ്. മഹബത്തുമാ കാനൽ മുസ്തഫ യുഹിബ്ബുഹു റസൂലുള്ളാഹ് ഇഷ്ടം വെക്കുന്ന ഒന്നിനെ ഇഷ്ടം വെക്കുക എന്നുള്ളത്. വഫിൽ ഹദീസ് വഹാദൽ ഹദീസി സന്നുൽ ഇജാബത്തി ഇല തആമി വലൗ കാന ഖലീല ഇതിൽ ഈ ഹദീസിലുണ്ട് ഭക്ഷണത്തിലേക്ക് ഒരാൾ ക്ഷണിച്ചാൽ ഉത്തരം ചെയ്യൽ സുന്നത്താണ്, ആ ഭക്ഷണം വളരെ കുറവാണെങ്കിൽ പോലും. അപ്പോൾ അങ്ങനെ റസൂലുള്ളാഹ് ചുരങ്ങ ഇഷ്ടം വെച്ചതുകൊണ്ട് നമ്മളും ചുരങ്ങ ഇഷ്ടം വെക്കണം, അത് സുന്നത്താണ് എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാമുകൾ വ്യക്തമാക്കുന്നു. അൽ മവാഹിബുൽ ലദുനിയ അതുപോലെ തന്നെ ജംഉൽ വസാഇൽ മുനാവി എന്നിവയിൽ നിന്നുള്ള വിശദീകരണമാണ് ഈ പറഞ്ഞതൊക്കെ.